ജനങ്ങളെ നമുക്ക് അതിശയം പറയേണ്ടി വരും. ആദ്യത്തെ ഈ ഒരു കടന്നു കയറ്റം മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. ഇനി ജനങ്ങളുടെ അഭിപ്രായം പുറത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഈ കടന്നുകയറ്റം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ലൈക്ക പോലുള്ള പ്രൊഡക്ഷൻസ് ഒക്കെ പിന്മാറിയത് എന്താണെന്ന് നമുക്ക് ഏകദേശം ഒക്കെ ഒരു ധാരണ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഫസ്റ്റ് ഷോ കണ്ടതിന് ശേഷം ആരാധകരൊന്നും തൃപ്തിയായിട്ടല്ല പോയത്. കാരണം ഒരു റിവ്യൂ ചോദിച്ചാൽ പോലെ അവർ കൊടുക്കാൻ തയ്യാറാവുന്നില്ല. ആവറേജ് സിനിമ ഉണ്ട്. നമ്മളെ മലയാളി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും. ലാലേട്ടൻ, പൃഥ്വിരാജ്, പറഞ്ഞ ഇന്ദ്രജിത്ത്, അങ്ങനെ ഒരു വൻ താരനിരയുണ്ട്. പിന്നെ വില്ലനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇത് മലയാള ഇൻഡസ്ട്രി സ്റ്റൈൽ തന്നെയാണ്. അതിനകത്ത് ഒരു ഹോളിവുഡ് വില്ലനെ കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് പറഞ്ഞ പോലെ കുറച്ച് സീൻസ് എനിക്ക് ലൂസിഫർ ഇഷ്ടപ്പെട്ടത് ഡയറക്ഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. കാരണം അത് ലൂസിഫറിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുമയുള്ള കഥയും പുതുമയുള്ള ഒരു ഡയറക്ടറുമായിരുന്നു. അത് ജനങ്ങൾ ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്തു. പക്ഷെ അത് രണ്ടാമത് ആ പടത്തിന്റെ തന്നെ സെക്കൻഡ് പാർട്ടുകൾ വരുമ്പോൾ കുറച്ചും കൂടെ മാറ്റപ്പെടേണ്ടതാണ്. കാരണം ഇവിടെ KGF ഒക്കെ അതിന്റെ സെക്കൻഡ് പാർട്ട് വന്നു, ഫസ്റ്റ് പാർട്ട് പോലെ ആയിട്ടില്ല. ബാഹുബലി വന്നു, ആ ബാഹുബലിയും സെക്കൻഡ് പാർട്ട് പോലെ എടുത്തിട്ടില്ല. പിന്നെ അതിന് ശേഷം വന്നിട്ടുള്ള പല സിനിമകളും നമുക്കറിയാം സെക്കൻഡ് പാർട്ട് വിജയിക്കാൻ കിട്ടാൻ സാധ്യത കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം പ്രേക്ഷകരെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. നമ്മൾ തിയേറ്ററിൽ വന്നൊരു സിനിമ റിവ്യൂ ചെയ്ത് നശിപ്പിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമില്ല. കാരണം ലാലേട്ടനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു നടനാണ്. ലാലേട്ടന്റെ സിനിമകൾ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നടൻ, ഒരു വ്യക്തിയാണ് ഞാനും. പൃഥ്വിരാജ് നല്ല ഡയറക്ടറാണ്, നല്ല അഭിനേതാവാണ്. അദ്ദേഹത്തെ ഒക്കെ ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ, സ്റ്റോറി സെക്കൻഡ് ഇതിലേക്ക് വന്നപ്പോഴത്തേക്ക് ആ ലൂസിഫറിന്റെ ഇതല്ല, ഇതൊന്ന് കുറച്ച് മാറ്റപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം പറഞ്ഞാലും നമുക്ക് ഇരുന്നാലും തീർന്നത് അറിഞ്ഞില്ല. ഇത്രയും സമയം രാവിലെ മോർണിംഗ് ആ ഒരു സിനിമ രാവിലെ ഇരുന്നിട്ട് ഒരു ബോറിങ് അങ്ങനത്തെ ഒരു സംഭവം ഈ സിനിമയിൽ നമുക്ക് ആയില്ല. അത്രയും നല്ല, അത്രയും ആ ലാലേട്ടന്റെ ഗെറ്റപ്പും ഡ്രസ്സിങ്ങും ടൊവിനോന്റെ ഡ്രസ്സിങ്ങും രാജേട്ടന്റെ ഡ്രസ്സിംഗ് എല്ലാം സൂപ്പറാണ്. അതിന്റെ ആ സെറ്റപ്പും വരുന്നതും പിന്നെ ഹെലികോപ്റ്ററിൽ വരുന്നതും അതുപോലെ തന്നെ ലൊക്കേഷൻ ഏരിയ എല്ലാം ഒന്നിനൊന്ന് മെച്ചാണ്. എല്ലാരും കാണേണ്ട സിനിമയാണ്. തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണണം. അതിപ്പോ പെട്ടെന്ന് തന്നെ പോയിട്ട് കണ്ടാലാണ് അതിന്റെ ഒരു ത്രില്ല് കിട്ടൂല. പിന്നെ എല്ലാരും അങ്ങനെ ഇങ്ങനെ പറഞ്ഞാലും അതിന്റെ ആ ഒരു ഫീലിംഗ് നമുക്ക് പോകും. അതുകൊണ്ട് മൂന്നാം ഭാഗം വന്നാലും പിന്നെ അതിന് യാതൊരു മാറ്റവും ഇല്ല. മൂന്നാം ഭാഗം വരണം എന്തായാലും. ഈ സിനിമ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വരണമെന്നാണ് എന്റെ അഭിപ്രായം. മൂന്നാം ഭാഗം, നാലാം ഭാഗം എല്ലാം വരണമെന്ന് എന്റെ അഭിപ്രായമാണ്. അത്ര നല്ലുണ്ട് സിനിമ. നല്ല നമുക്ക് വെറും കുടുംബ കാര്യങ്ങളൊക്കെ അതൊന്നും ഈ സിനിമയിലില്ല. ടിക്കറ്റ് കിട്ടാത്തവര് ഇനി ഏതെല്ലാം തിയേറ്ററിൽ ടിക്കറ്റ് ഉണ്ട് ആ തിയേറ്ററിൽ ബുക്ക് ചെയ്യുക, പടം കാണാം. ഇതിൽ വളരെ വളരെ നഷ്ടം എന്ന് തന്നെ പറയാം സിനിമ. നല്ല മേക്കിംഗ് ആണ് പടത്തിന്. പക്ഷെ നമ്മള് എക്സ്പെക്ട് ചെയ്തൊരു ഫീല് കിട്ടില്ല പടത്തിന്. ലൂസിഫറിനേക്കാളും താഴെ മേക്കിംഗ് അടിപൊളിയായിട്ടുണ്ട്. പൃഥ്വിരാജിന്റെ മേക്കിങ്ങും അത്രയ്ക്ക് ടെക്നോളജീസ് ഉള്ള അതേപോലെ പടം ഓക്കെയാണ്. പക്ഷെ നമുക്കൊരു സ്റ്റോറി പാത്ത് എന്തായാലും പടത്തിന് എന്തായാലും ഇല്ല, കൺഫേമാണ്. പിന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലത്തെ ഒരു വില്ലനെ പ്രതീക്ഷിച്ചു. പക്ഷെ വില്ലനും നമ്മൾ മലയാളികൾ വിചാരിച്ചൊരു വില്ലനല്ല ഇത് വന്നത്. കുഴപ്പമില്ല, കണ്ടിരിക്കാം. വൺ ടൈം വാച്ചുകളാണ്. ഒരു എമ്പുരാൻ 3 വരുമ്പോൾ എമ്പുരാൻ 2ന്റെ ഒരു അപാകതകൾ മാറി വരുമെന്ന് പ്രതീക്ഷിക്കാം എന്ന് പറയാനുള്ളൂ. ഇത്ര വെച്ച് വെച്ച് വന്നിട്ട് നമുക്ക് നല്ലൊരു മൂവി ആയിട്ട് കിട്ടിയില്ല. മിക്സ് റിവ്യൂ ആണ്. എന്നാലും ലൂസിഫറിനെ അപേക്ഷിച്ച് എമ്പുരാൻ പോരാ എന്ന് പറയാനുള്ളൂ. സെക്കൻഡ് ഹാഫ് ആണ് പടത്തിൽ കുറച്ച് നല്ലതുള്ളത്. ഫസ്റ്റ് ഹാഫ് ഭയങ്കര എല്ലാവരും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സെക്കൻഡ് ഹാഫ് ഓക്കെ. ഫസ്റ്റ് ഹാഫ് പിന്നെ ലൂസിഫർ വിട്ട് സെക്കൻഡ് ഹാഫിന് ശേഷമാണ് എമ്പുരാനിക്ക് വരുന്നത്. അതുവരെ ലൂസിഫർ വിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ല, വൺ ടൈം വാച്ച് ചെയ്യാം. അത് മാസ് സാധനമാണ്. അത് പോലീസാണ്. അദ്ദേഹം അടിപൊളി പുള്ളിക്കാനാണ് ചെയ്തിട്ടുണ്ട്. ആ 81 കാലഘട്ടത്തിൽ പഴയ കാലഘട്ടം കാണിക്കുമ്പോൾ ലാലേട്ടൻ ചെറുപ്പം കാണിക്കും. അതാരാ ഞാൻ പറയുന്നില്ല, അത് സ്കോലറാണെന്ന് പറയുന്നില്ല. അത് കിഡിലായിട്ട് ചെയ്തിട്ടുണ്ട്. ആര് ചെയ്താലും അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ ഡയറക്ടർ ലാലേട്ടന്റെ പരിപാടിയൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പരിപാടിയില്ല അടിപൊളിയാണ്. വില്ലിനൊക്കെ അടിപൊളിയാണ്. ഡ്രാഗന്റെ വില്ലിനെ കണ്ടുപിടിച്ചു. എനിക്ക് അദ്ദേഹത്തെ പേരറിയില്ല. ചൈനയാണ് കൊറിയനാണെന്ന് തോന്നുന്നത്. അദ്ദേഹത്തെ പേരൊന്നും അറിയത്തില്ല. പക്ഷെ അത് പൊളിയാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. വില്ലിനൊക്കെ അടിപൊളിയായിട്ട്. പടം സൂപ്പറാണ്. 300 കോടി അടിക്കും. കിഡിലും പടം 300 രൂപ അടിക്കും. നിങ്ങൾ നേരത്തെ ടിക്കറ്റ് എടുത്തോളം പറഞ്ഞു ഒന്നും നോക്കണ്ട, പടം 300 രൂപ അടിക്കും. ആണോ? 300 കോടി വേൾഡ് വൈഡ് കളക്ഷൻ 300 കോടി. പടം വേറെ ലെവലാണ്. ലാലേട്ടൻ പൊളിച്ചിരിക്കുന്നു, പൃഥ്വിരാജ് പൊളിച്ചിരിക്കുന്നു. അടിച്ചടിച്ച് കയറും. പടം കിഡിലും പടമാണ്.